ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് അതും വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കണേ. പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് ഞാനതിൽ മിൽക്ക് പൗഡർ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. 2 ടൈപ്പിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 പാക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ 1 പാക്കറ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ പാലില്ലാണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പൗഡർ, വിപ്പിംഗ് ക്രീം പൗഡർ. ഞാനിവിടെ ഒരു ഗ്ലാസ്, നോർമൽ സാധാരണ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം, ഒരുപാട് എടുത്തിട്ടില്ല, കറക്റ്റ് 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പൗഡറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 115 ml എന്നാണ് എഴുതിയിട്ടുള്ളത്, 1/2 കപ്പ്. ഞാനിതിലോട്ട് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വെള്ളം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ മതി. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്റ്റിഫാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം കണ്ടോ, ഇവിടെ നന്നായിട്ടൊന്ന് വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നുകൂടി സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ എടുത്തിട്ടുള്ള പൗഡറും വെള്ളവും ലെവലേശം പോലും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. നമ്മൾ പുറത്താണ്, ഇപ്പോൾ ഞാൻ ഈ ക്രീം പൗഡർ കൊടുന്നിട്ട് ഇതുവരെയും പുറത്താണ് ഉണ്ടായിരുന്നത്. ആ പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെള്ളവും തന്നെ പുറത്ത് തന്നെയാണ് വെക്കാറ്, ഫ്രിഡ്ജിൽ സാധാരണ വെള്ളം വെക്കാറില്ല. സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ വിസ്ക് ഉണ്ടല്ലോ, നമ്മുടെ കൈകൊണ്ടാക്കുന്ന വിസ്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ച് സമയം നമുക്ക് നല്ലോണം നിന്നിട്ട് ബീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാനിത് ഒന്നുകൂടി ഒന്ന് സ്റ്റിഫാക്കി എടുക്കട്ടെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം ഒന്നും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്, മധുരമുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം തന്നെ വെച്ചിട്ട് ചെയ്യണം, ടേസ്റ്റും വേണം, അങ്ങനെ നിർബന്ധമുള്ളവർ എന്ത് ചെയ്യാം, ഇതുപോലെ വെള്ളം വെച്ചിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പാൽപ്പൊടി ഉണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ബീറ്റായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു. അപ്പോൾ നിങ്ങളൊരു തവണ വെള്ളം വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ടേസ്റ്റ് അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്താൽ മതി, ഉഷാറാകും. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്